ഒരു സിനിമയ്ക്ക് കിട്ടിയേ പറ്റൂ, ഞാൻ അതിനെന്തിനും റെഡിയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ സ്ത്രീകൾ മാത്രമല്ലല്ലോ, പുരുഷന്മാര്, അത് വളരെ വലിയൊരു കാര്യമാണ്. ആ ഒരു മെയിൽ ഡോമിനേഷൻ എന്ന് പറയപ്പെടുന്നു, അത് കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സക്സസ്. ഇപ്പൊ ഒരു വിഷയം കണ്ടിട്ട് ഇപ്പൊ വേറൊരു വിഷയം ഇതിലും വലിയത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ അങ്ങോട്ട് പോയി. ഇപ്പൊ എവിടെയെങ്കിലും ഒരു കൂട്ടക്കൊല നടക്കുവോ, അതും അല്ലെങ്കിൽ മറ്റൊരു പീഡനം നടക്കുവോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സ്കാം നടക്കുവോ, ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ, ഒരു നെഗറ്റീവ് ഇഷ്യൂ, ഇൻട്രസ്റ്റിംഗ് ഇഷ്യൂ, നെഗറ്റീവ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകുള്ളൂ. അതെ, ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡമോ അതും അല്ലെങ്കിൽ കുറച്ച് സേഫ്റ്റി അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. ആ ഒരു മെയിൽ ഡോമിനേഷൻ എന്ന് പറയപ്പെടുന്നു, അത് കുറച്ച് മാറിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സക്സസ് ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളവർക്ക്. ഇപ്പൊ സ്ത്രീകൾ മാത്രമല്ലല്ലോ, പുരുഷന്മാര്, സ്ത്രീകള്, അങ്ങനെ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല ചൂഷണം അനുഭവിക്കുന്നവർക്ക്. അതെല്ലാം വെളിയിൽ വന്നോണ്ടിരിക്കുക. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാര് ഫേസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫാമിലിയില് ആരും ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നില്ല, ആരും തന്നെ ഇല്ല. ഇപ്പം എല്ലാവരും നോക്കുവാണെങ്കിൽ എൻ്റെ അമ്മയുടെ ഫാമിലി ആയിക്കോട്ടെ, പപ്പയുടെ ഫാമിലി ആയിക്കോട്ടെ, ആരും തന്നെ ഈ ഒരു മേഖലയിലില്ല. ഞാൻ ഈ ഒരു ആങ്കറിങ്ങിലൂടെയാണ്, സ്റ്റിൽ ഐ ആം ആങ്കർ. ഞാൻ ISL ആയിക്കോട്ടെ, IPL ആയിക്കോട്ടെ, ഏഷ്യാനെറ്റിൽ ഞാനൊരു ഷോ ആങ്കർ ചെയ്തിരുന്നു. മെയിനായിട്ട് ഞാനൊരു ആങ്കറാണ്. 2019 ആദ്യമായിട്ട് സിനിമ ചെയ്യണത് ഹാപ്പി സർദാർ. അതിലേക്ക് എത്തുന്നതും ഈ ആങ്കറിങ് ത്രൂ ആണ്. എനിക്ക് ഒരിക്കലും ബാക്കിയുള്ള ഒരു സ്ട്രഗിൾ ചെയ്യുന്നത് പോലെ ഒരു സിനിമയ്ക്ക് കിട്ടിയേ പറ്റൂ, ഞാൻ അതിനെന്തിനും റെഡിയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പൊ ആങ്കറിങ്ങിന്റെ കാര്യമാണെങ്കിലും എനിക്ക് ഇങ്ങോട്ടും ആ കാര്യത്തിൽ ഐ എം വെരി ലക്കി, താങ്ക് ഗോഡ്. അങ്ങനെ എത്തിയ ഒരാളാണ് ഞാൻ. ഇനിയിപ്പം ഇപ്പൊ തന്നെ പറഞ്ഞു, ഈ സിനിമ കിട്ടിയാലേ ഉള്ളൂ ഞാൻ എന്തിനും റെഡിയാണ്. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. അങ്ങനെയുള്ളവരെ പറ്റി ഞാൻ നേരിട്ട് കണ്ടിട്ട് എന്റെ അടുത്ത് ആരും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഈ സിനിമാ മേഖലയിലുള്ളവരായിക്കോട്ടെ, അങ്ങനെ പലരും സംസാരിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അവരുടെ അടുത്ത് വന്ന് പറയുന്നതാണെങ്കിൽ സംസാരിച്ചിരുന്നു. ലക്ലി സിനിമ കിട്ടിയാലേ ഞാൻ ജീവിക്കുള്ളൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരാളും അല്ല ഞാൻ. സിനിമ ഇല്ലെങ്കിലും ഞാനിപ്പോ ചെയ്യുന്നൊരു പണിയുണ്ട്, ആങ്കറിങ് ആണെങ്കിലും ഞാനിപ്പോ അത്യാവശ്യം നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസം ആണെങ്കിലും അപ്പൊ ഒരു പണിക്ക് പോകാനുള്ള ആരോഗ്യവും കാര്യങ്ങളും എനിക്കുണ്ട്. അല്ലാതെ ഭാവിയിലേക്ക് ഒരു റിഗ്രറ്റ് തോന്നുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തിട്ട് എനിക്ക് ഇന്ന കാര്യം നേടണമെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഇതുവരെ ചെയ്തത് നോക്കുവാണെങ്കിൽ ഹാപ്പി സർദാർ ആയിരുന്നു ഫസ്റ്റ്, അതിനുശേഷം ചെയ്തത് ഫോണ്, പിന്നെ 2 തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്, പിന്നെ എന്നെന്നും എന്ന് പറയുന്ന മറ്റൊരു മലയാളം ഫെസ്റ്റിവൽ മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു സിനിമയിലായിക്കോട്ടെ, ആങ്കറിംഗ് ഫീൽഡിലായിക്കോട്ടെ, എനിക്ക് 6 വർഷത്തോളമായി. എനിക്ക് ഇതുവരെ എന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു അപ്രോച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല ഈ ഒരു ഇൻഡസ്ട്രിയിൽ. കാരണം നമ്മൾ നിൽക്കുന്നതനുസരിച്ച് കൂടിയിരിക്കും. നമ്മൾ അപ്രോച്ചബിൾ ആണോ, നമ്മൾ ആക്സസിബിൾ ആണോ? നമ്മൾ ആക്സസിബിൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ പേടിക്കില്ലേ? ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കാര്യമുണ്ട്, പലപ്പോഴും നീ ചില സമയങ്ങളിൽ മിണ്ടാണ്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ പേടിയാവും, ഇത് എങ്ങനെ ഇനി പ്രതികരിക്കാൻ പോകുന്നതെന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട്. ഒരു കൈ അടിച്ചാൽ ചത്തണ്ടാവില്ല. നമ്മൾ ആക്സസിബിൾ അല്ല എന്നുള്ളൊരു തോന്നല് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ പകുതി ജയിച്ചു. എങ്കിലും നമ്മളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അവരുടെ അടുത്തൊക്കെ സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. നമ്മളതൊക്കെ എക്സ്പെക്ട് ചെയ്യണം. കാരണം അത്ര നല്ല ലോകത്തിലൊന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. സിനിമയിൽ മാത്രമല്ല, ഇതും കൊണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊന്നുകൊണ്ട് കേസ് വരുമ്പോ ഈ സാധാരണക്കാരായിട്ടുള്ള കുറെ പേര് കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട്, വേറെ വല്ല പണിക്കും പോട്ടെ, മലയാള സിനിമ തൊലയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി തൊലയെന്നതിനെ പറ്റിയിട്ട് ഇവർക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നു?